ഹായ് ഫ്രണ്ട്സ്, സാബിന്റെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി മാസം 9-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി മാസം 10-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റും ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ള ഒരു ഹിന്ദി ത്രില്ലർ മൂവിയാണ്. ദ സബർമതി റിപ്പോർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ഈ സിനിമ രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്ക് ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ETV വിൻ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ബ്രേക്ക് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. നീലി മേഘശ്യാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് കിച്ച സുദീപ് പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കന്നഡ മൂവിയായിരുന്നു മാക്സ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തൂസാൻ OTT പ്ലാറ്റ്ഫോമിൽ ലോ ക്വാളിറ്റി പ്രിന്റ് ആണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സ് എന്ന സിനിമയാണ്. കിഡില മൂവിയാണ്. സിനിമ ഞാൻ കണ്ട റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ നസ്രിയ നസ്രീമും അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു കിഡില ത്രില്ലർ മൂവിയായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയതിൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അവർ ഡേറ്റും പുറത്തുവിട്ടു. ജനുവരി മാസം 11-ാം തീയതി ഈ ഒരു സിനിമ മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആയിരിക്കും. 11-ാം തീയതിയാണ്, ജനുവരി മാസം 11-ാം തീയതിയാണ്. ഈ ആഴ്ച തന്നെ റിലീസ് ഉണ്ട്. റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ത്രില്ലർ മൂവിയാണ് സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമ. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ് മനോരമ മാക്സ് വഴി. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ദ പിറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്, സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ത്രില്ലർ മൂവിയാണ്, തമിഴ് ത്രില്ലർ മൂവിയാണ്. അഷ്ടകർമ്മ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത മാധവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ്. ഹിസാബ് ബറാബർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജനുവരി മാസം 24-ാം തീയതി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് C5-ലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. അമേരിക്കൻ പ്രൈവേൽ എന്നാണ് സിനിമയുടെ സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്ത ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത ഒരു സീരീസ് ആണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ് ഓൺ കോൾ എന്ന് പറഞ്ഞ സീരീസ്. ഒരു സീരീസ് ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ബച്ചാല മല്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റിൽ അതുപോലെ തന്നെ ETV വിൻ വഴി ഈ രണ്ട് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു സീരീസ് ആണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ബ്ലാക്ക് വാറന്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഈ ലിസ്റ്റിലൊക്കെ സിനിമകൾക്കാണ് വെയിറ്റ് ചെയ്യുന്ന ഏതൊക്കെ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത രേഖാചിത്രം എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതെന്നാണ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ, അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനാമൽ ചെയ്ത് ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും സിനിമ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.